ഓണക്കാലം എത്തി. ഇനി നമ്മൾ ഇഷ്ടം പോലെ പായസവും കറികളും ഇങ്ങനെ ഫുഡിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു സമയമല്ലേ. അപ്പോൾ ആ സമയത്ത് എല്ലാം പെട്ടെന്ന് ഉണ്ടാക്കുന്നതാണ് എല്ലാവർക്കും താല്പര്യം. കറി ആയാലും ശരി, ഇനി പായസം ആയാലും ശരി, സദ്യ ആയാലും എന്തായാലും പെട്ടെന്ന് റെഡിയാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി സന്തോഷം കൂടും. വേഗം കഴിക്കാമല്ലോ നമുക്ക് റെഡിയാക്കിയിട്ട്. അതുപോലെ പെട്ടെന്ന് കഴിക്കാൻ പറ്റിയ അത് ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീര ടേസ്റ്റാണ് കേട്ടോ. അമ്മാതിരി ഒരു കുക്കർ പായസമാണ് തയ്യാറാക്കുന്നത്. ഇതിൽ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ചെയ്യുന്ന ഈ വിധത്തിൽ തന്നെ ചെയ്യണമെന്നില്ല, കുറച്ചൊക്കെ വ്യത്യാസം വരുത്താം. എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ചൗരി വെള്ളത്തിലിട്ടിട്ട് ഏകദേശം ഒരു 1.5 മണിക്കൂറായി. 1.5 മണിക്കൂറോളം ഇത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിനെ നന്നായി വേവിച്ച് ഒരു 4 തവണയെങ്കിലും കഴുകണം കേട്ടോ. കഴുകി കഴിയുമ്പോൾ എന്താ പറയുക, അതിൽ ആ സ്റ്റാർച്ചൊക്കെ പോയിട്ട് ഈ നല്ല വെള്ളാരം കല്ല് പോലുള്ള ഈ ചൗരി മാത്രമായിട്ട് കിട്ടും. അപ്പോൾ ഇത് ഈ റെഡിയാക്കി ഈ രീതിയിലാക്കി മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഞാനിവിടെ ഇന്ന് ചെയ്യുന്നത്, ഇപ്പോൾ കുക്കർ പായസം തയ്യാറാക്കാനായിട്ട് അരി കൊണ്ട് തയ്യാറാക്കാം, സേമിയ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇന്നിപ്പോൾ ഞാൻ നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുള്ള. നുറുക്ക് ഗോതമ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് നേരം എടുക്കുമല്ലോ വേകാൻ, അതുകൊണ്ട് നേരത്തെ വേവിച്ച് വെച്ചു. ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിലിട്ട് വേവിക്കുകയും ചെയ്യാം. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഈ കുക്കർ കാരമൽ പായസം ആയതുകൊണ്ട് തന്നെ ഈ പായസത്തിനൊരു കാരമൽ റെഡിയാക്കണം. കുറച്ച് പഞ്ചസാര ചേർത്ത് കുറച്ച് വെള്ളം കൂടെ, അതായത് ഒരു 2 സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതുപോലെ ലൂസായിട്ട് ആക്കിയതിന് ശേഷം ഒരു 3 സ്പൂൺ പാലൊഴിച്ച് ഇങ്ങനൊന്ന് ആവുമ്പോൾ തന്നെ ഇത് മാറ്റുക. അതായത് ഈ കുക്കർ തീ ഓഫ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണമെന്നറിയോ, ഇതിനെ ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് ഈ ഒരു കാരമലായി വന്നിട്ടുള്ള കളർ ചേഞ്ച് ആയിട്ടുള്ള പാലും ഈ ഒരു മിക്സ് മാത്രമായിട്ട് വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് മാറ്റി വയ്ക്കുക, തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. ഇത്രയും ചെയ്താൽ മതി. കൂടുതലൊന്നും ഇതിനകത്തിട്ട് തിളപ്പിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഇത്രയും മതി. എല്ലാം കൂടെ ഒരു 2-3 മിനിറ്റിൽ പണി കഴിയും. ഇനി ചെയ്യേണ്ടതെന്ന് അറിയാം, അത് മാറ്റി കഴിഞ്ഞിട്ട് ഈ കുക്കറിലോട്ട് കുറച്ച് പാല്, ഒരു 1.5 ഗ്ലാസ് പാലൊഴിച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഈ പായസത്തിന് ആവശ്യമായിട്ട് എത്ര പഞ്ചസാരയാണോ വേണ്ടത് ആ പഞ്ചസാര ചേർത്തതിന് ശേഷം കുക്കർ അടച്ചു വെച്ച് ഒരു 3 വിസിൽ, ഈ ഒരു 3 വിസിൽ ചെയ്തതിന് ശേഷം വേണം ഇനി നമുക്ക് ഇഷ്ടമുള്ള സാധനം വെച്ചിട്ടുള്ള കുക്കർ പായസം തയ്യാറാക്കാൻ. ഇപ്പോൾ അടയാണ് തയ്യാറാക്കുന്നുണ്ടെങ്കിൽ അട അതിൻ്റെ ആ സമയത്ത് ചേർത്തിട്ട് വീണ്ടും, അതായത് ഇപ്പോൾ ആദ്യത്തെ ഒരു 3 വിസിലും പിന്നത്തെ ഒരു 4 വിസിലും, ഇത്രയേ ഉള്ളൂ ഈ പായസത്തിൻ്റെ പണി. കാരമലൊന്നും തയ്യാറാക്കിയില്ല എന്നുണ്ടെങ്കിൽ ആ പണിയും വരുന്നില്ല. പിന്നെ ചൗരി ഇടാത്തവർക്ക് ചൗരിയുടെ പണിയും വരുന്നില്ല. ചൗരിയൊക്കെ എനിക്കിഷ്ടമായതുകൊണ്ട് ഞാൻ ഇട്ടൊന്നേ ഉള്ളൂ. അപ്പോൾ ചൗരി ഒഴിവാക്കേണ്ടവർക്ക് അത് ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഈ ഗോതമ്പ് പായസമല്ല, ഇനി അരിയുടെ പായസമാണ് തയ്യാറാക്കുന്നുണ്ടെങ്കിൽ നേരത്തെ വേവിച്ച് വെക്കേണ്ട ആവശ്യമില്ല. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാല് പഞ്ചസാരയും 2 വിസിൽ വെച്ച് കഴിയുമ്പോൾ ആ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് കുറച്ചൊന്ന് എന്തോ ഒരു ചെറിയ കളർ ചേഞ്ച് വന്നിട്ടില്ലേ എന്ന് നമുക്ക് തോന്നും. അതിലോട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ഈ നുറുക്ക് ഗോതമ്പ് ചേർത്ത് കൊടുക്കുകയാണെ. നുറുക്ക് ഗോതമ്പ് ചേർക്കുമ്പോൾ എന്താണെന്ന് പറയുക, അതിന് തന്നെ ഒരു കളറുണ്ടല്ലോ, ആ ഒരു കളറും കൂടി ചേരുമ്പോൾ ഒരു കുറച്ചുകൂടി ഒരു പിങ്ക് പോലത്തെ ഒരു കളറായി തുടങ്ങും. അപ്പോൾ അതെങ്ങനെ ആയിക്കൊണ്ടിരിക്കട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ മധുരം ചേർത്തിട്ടില്ലല്ലോ, അതിന് മുമ്പായിട്ട് വേവിച്ച് ഒരു 4 തവണ കഴുകി റെഡിയാക്കി വെച്ചിട്ടുള്ള ചൗരി ഇല്ലേ, ചൗരി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ചൗരി കൂടെ ചേർത്തതിന് ശേഷം വേണം തയ്യാറാക്കുക. ഇനി നമുക്ക് അടുത്തായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പഞ്ചസാര ചേർക്കുന്ന സമയത്ത് ഇപ്പോൾ 1.5 ഗ്ലാസ് പാലല്ലേ ഒഴിച്ചിട്ടുള്ളൂ. 1.5 ഗ്ലാസ് പാല് കുക്കറിൽ ഒരു 3 വിസിൽ വെച്ച് ഒന്ന് ചെയ്തതിന് ശേഷം നമ്മൾ ആ ബാക്കി പാലുണ്ടല്ലോ, ഇതിനായിട്ട് എടുത്തു വെച്ചിട്ടുള്ള ബാക്കി പാല്, അതായത് ഏകദേശം 1 ലിറ്ററോളം പാല് ഈ സമയത്താണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എന്ത് പായസം തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, അതായത് ഇപ്പോൾ അരിപ്പായസം ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡബിളായിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കുക. 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് പാല് ചേർത്ത് കൊടുക്കുക. ആ ഒരു ക്വാണ്ടിറ്റിയിൽ വേണം. കാര്യം നമ്മളിത് കുക്കറിൽ വിസിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഓൾറെഡി നമ്മളൊരു 3/4 വേവിച്ചിട്ടുള്ള എന്തായിരുന്നു ഗോതമ്പ്, നുറുക്ക് ഗോതമ്പ്, പിന്നെ പാല് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇരട്ടിയായിട്ട് പാല് ചേർത്തിട്ടുണ്ട്. ചൗരിയും ചേർത്ത്, ചൗരി ഓൾറെഡി വെന്തതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇനി ഒന്നുകൂടെ വിസിൽ വരുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. വീണ്ടും നമ്മൾ ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്തു, ഏലക്ക ചതച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് വേണമെങ്കിൽ നമ്മൾ ആ കാരമലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള സംഭവം ഒഴിച്ചു കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ടൊന്ന് ഒഴിച്ചു കൊടുത്താലും മതി. അത് ഒഴിച്ചില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ജസ്റ്റ് അതും കൂടെ ഒഴിച്ചിട്ട് 4 വിസിൽ, കറക്റ്റ് 4 വിസിൽ കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയോ, ഓൾറെഡി നന്നായി വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചൗരിയും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു നുറുക്ക് ഗോതമ്പും വെന്തിട്ടുണ്ടായിരുന്നല്ലോ, അത് വീണ്ടും ഡബിളായിട്ട് വെന്തിട്ടുണ്ടല്ലോ. നല്ല പഞ്ഞി പോലെ ഉണ്ടാവും, വായിലിട്ട് അലിഞ്ഞു പോകും. കുറച്ച് നെയ്യും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ അതിൻ്റെ കളറൊക്കെ മാറിയുണ്ടോ, വളരെ കുറച്ച് ആ കാരമൽ ആക്കി വെച്ചിട്ടുള്ള ആ ഒരു ഇത് കൂടെ ചേർത്തപ്പോൾ അതിൻ്റെ കളറ് വീണ്ടും മാറിയിട്ടുണ്ട്. നല്ല രസകരമായിട്ടുള്ള സ്മെല്ലും ആ ഒരു ടേസ്റ്റുമാണ് ഈ ഒരു പായസത്തിന്. അപ്പോൾ അത് സെറ്റാക്കി മാറ്റി വെച്ചു. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ചീനച്ചട്ടി വെക്കുക, അതിലോട്ട് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. കാഷ്യൂനട്ടും മുന്തിരിയും ആദ്യം ഒന്ന് അറിയാലോ, നമ്മുടെ സാധാരണ പായസത്തിന് ചേർക്കുന്ന പോലെ നന്നായിട്ട് ഇതുപോലെ ബോൾ പോലെ ആയി വരുമ്പോൾ ഇതിനെ ഒന്ന് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഈ പായസത്തിൻ്റെ പ്രത്യേകത വളരെ സോഫ്റ്റാണ്. അതായത് സേമിയ പോലെ നമുക്ക് ഒരുപാട് എടുത്ത് ഇങ്ങനെ കഴിക്കാനൊന്നും അതിൻ്റെ ഉള്ളിലില്ല. ഈ നുറുക്ക് ഗോതമ്പ് അങ്ങ് വെന്ത് കുഴഞ്ഞ് നല്ല പഞ്ഞി പോലെ ആയിട്ടുണ്ട്. ഒപ്പം തന്നെ സേമിയയും വായിലിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ അലിഞ്ഞ് പോകില്ലേ, നമുക്കിങ്ങനെ കുടിച്ചുകൊണ്ടേയിരിക്കാം. മതി വരാത്ത പായസം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ ഇങ്ങനെ മെൽറ്റ് ആവുന്ന
ഉണ്ടാകുന്ന പായസത്തിൻ്റെ ഇടയ്ക്ക് നല്ല വറുത്ത നെയ്യിൽ വറുത്ത തേങ്ങാക്കൊത്തൂടെ കിട്ടുമ്പോഴുള്ളൊരു ടേസ്റ്റ് ഉണ്ടല്ലോ, ഗംഭീരമാണ്. അപ്പം നമ്മുടെ ആ വറുത്ത തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നല്ലൊരു പിങ്ക് കളറല്ല, എന്തോ ഒരു നല്ല ക്രീമി ആയിട്ടുള്ളൊരു കളറായി വന്നിട്ടുണ്ട്. ആ ഒരു പ്രഥമൻ്റെയൊക്കെ പാലട പ്രഥമനൊക്കെ കാണുന്ന പോലത്തെ ആ ഒരു കളർ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ആ നെയ്യുടെ ഇതും കൂടെ ചേർന്നിട്ട് നല്ല വാസനയാണ്. അപ്പോൾ തേങ്ങാക്കൊത്ത് ചേർത്തിട്ടുണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ മുന്തിരിയും കാഷ്നട്ടും ചേർത്തിട്ടുണ്ട്. നല്ല സൂപ്പർ പായസം. ആദ്യത്തെ 2 വിസിൽ, പിന്നെ ഒരു 4 വിസിൽ പണി കഴിഞ്ഞു. കാരമലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മുടെ ഈ ചൗവരി ഉപേക്ഷിക്കാം, നുറുക്ക് ഗോതമ്പെടുത്ത് പണിപ്പെടണ്ട, അരി കൊണ്ടും ഉണ്ടാക്കാം. പിന്നെ ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടേസ്റ്റിയാണ്. അപ്പോൾ ഞാനിങ്ങനെ തയ്യാറാക്കി. ഇതുപോലെ കുക്കറിൽ വേറെ എന്ത് വെച്ചിട്ടും തയ്യാറാക്കാം. സേമിയ ആണെങ്കിലും വറുത്ത സേമിയ ഇതിൻ്റെ ഒപ്പം ചേർത്തിട്ട് ഒരു 2 വിസിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു 3 വിസിൽ ചെയ്താൽ മതി. പായസം പെട്ടെന്ന് റെഡിയാക്കിയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കുറുകിയിട്ടുള്ള കിഡിലനായിട്ടുള്ള കുക്കർ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓണത്തിന് പായസം ഉണ്ടാക്കി അധികം സമയമൊന്നും എടുക്കേണ്ടതാന്നേ. ഇതിപ്പോൾ ഇങ്ങനെ കാണിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി എന്ത് വിഭവവും നമുക്ക് കുക്കറിൽ തയ്യാറാക്കാം. അപ്പോൾ ഓണക്കാലം എത്തി, എല്ലാവരും പായസത്തിൻ്റെയും വിഭവങ്ങളുടെയൊക്കെ പുറകെയാണ്. എളുപ്പത്തിലൊരു കുക്കർ പായസം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം.